ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ന്യൂസ് ചാനലുകളും ന്യൂസ് പേപ്പറുകളൊക്കെ വായിക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ പറയുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയെ 16 വയസ്സുള്ളൊരു പയ്യൻ പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നു. അതും സ്കൂൾ വിട്ട് വരുന്ന വിദ്യാർത്ഥിനിയെ കാട്ടിൽ കൊണ്ടുപോയിട്ട് കൈയും കാലും കെട്ടി പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പയ്യന് എന്താണ് പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നമ്മുടെ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജുവനൽ ഹോമിലേക്കായിരിക്കും ആ ഒരു പയ്യനെ മാറ്റാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 10-12 കൊല്ലത്തെ ശിക്ഷ കിട്ടും. ഈ ഒരു ശിക്ഷ ജയിലിൽ കിടന്ന് അനുഭവിച്ചതിന് ശേഷം ഈ ഒരു പയ്യൻ പുറത്തിറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 10-28 വയസ്സൊക്കെ ആകുമ്പോൾ ഇവൻ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം ഈ പയ്യൻ എന്തൊക്കെ ചെയ്യും? ഇതൊക്കെ തന്നെ ചെയ്യും. അവിടെ ഈ പറയുന്ന കുറ്റങ്ങളും തെറ്റുകളും മാത്രം ചെയ്യുന്ന വ്യക്തികളോടൊപ്പം താമസിച്ചുകൊണ്ട് 10-12 കൊല്ലം താമസിച്ചുകൊണ്ട് 10-28 വയസ്സാകുമ്പോൾ ഇതേ പരിപാടിയായിട്ട് വീണ്ടും ഇറങ്ങും. അഥവാ ഇവൻ ശരിയാവാനായിട്ടും ഇവൻ്റെ സ്വഭാവം മാറ്റാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സമൂഹം സമ്മതിക്കില്ല. ഈ നാട്ടുകാരും വീട്ടുകാരും ഇവനെ അടുപ്പിക്കുമോ? ഇവനെ നേരെ കാണുന്നവർ ഇവൻ്റെ മുന്നിൽ കൂടെ പോവോ? ഒരു പെൺകുട്ടി ഇവനോട് സംസാരിക്കുമോ? പെൺകുട്ടിയെന്ന് പോട്ടെ, ഇവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കൾ പോലും ഇവനെ അടുപ്പിക്കില്ല. അത്രയും ഇതായിട്ട് ഇവൻ ഈ ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന സമൂഹത്ത് നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിടാനും ഒരു സ്കൂളിലേക്ക് വിടാനും സ്കൂളിന് ശേഷം ട്യൂഷന് വിടാനും ഒക്കെ പാരൻസ് പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത്രയും മോശമായിട്ടാണ് ഇപ്പോഴത്തെ പിള്ളേർ വളർന്നു പോകുന്നത്. ഇതേ ഏജ് കാറ്റഗറിയിലുള്ള ഒരു പെങ്ങൾ എനിക്കുണ്ട്. ഇതിന് മുമ്പുള്ള ഒരു ദിവസം ഞാൻ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് സ്കൂളിൽ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് പെങ്ങളുടെ സ്കൂളിൽ പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സ്കൂളിൽ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കണ്ടതിന് ശേഷം ഈ പറയുന്ന ബോയ്സിൻ്റെ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയ സമയത്ത് സിഗരറ്റിൻ്റെ ഒട്ടുക്കത്തെ മണം. അവിടെ നിൽക്കുന്ന പല വിദ്യാർത്ഥികളും ഈ പറയുന്ന സിഗരറ്റ് വലിച്ച് മദ്യപിച്ചൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈ 10ാം ക്ലാസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യം, ആ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കേസാണ്. അപ്പോൾ നമ്മുടെ പാരൻസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിടാനായിട്ട് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ സംഭവിച്ചത് കണ്ടില്ലേ, വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വിദ്യാർത്ഥിനിയെ ഒരു 16കാരൻ കാട്ടിൽ കൊണ്ടുപോയി കൈയും കാലും കെട്ടി പീഡിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾ വീട്ടിലുള്ള പാരൻസും അവരുടെ ബന്ധുക്കളൊക്കെ സത്യം പറഞ്ഞാൽ പേടിക്കണം ഈ ഒരു പിള്ളേരെ സ്കൂളിൽ പോലും അയക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സേഫായിട്ട് നിങ്ങളുടെ മകനോർ മകള് ഇവർ സേഫായിട്ട് വീട്ടിലെത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം പാരൻസ്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു വാർത്തയുടെ ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. മലപ്പുറത്തേക്ക് പോകാം. അവിടെ നിന്ന് ഞെട്ടിക്കുന്ന കൊലപാതക വാർത്തയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കരുവാരക്കുണ്ടിലെ 14കാരിയുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് 16കാരൻ മൊഴി നൽകിയിരിക്കുന്നു. ആളൊഴിഞ്ഞ സ്ഥലമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആൺകുട്ടി ഈ കുറ്റിക്കാട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത്. കൈയും കാലും കൂട്ടിക്കെട്ടി പീഡിപ്പിച്ചു. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകുമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മുബഷീർ പി അക്ബറാണ് ചെയ്യുന്നത്. മുബഷീർ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? അതിക്രൂരമായ പീഡനം. ഓക്കെ, നമ്മളൊന്ന് ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയെ 16കാരൻ ഈ പറയുന്ന പോലെ കാട്ടിൽ കൊണ്ടുപോയി കൈയും കാലും കെട്ടിയിട്ട് പീഡിപ്പിച്ചു കൊന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോലും പിള്ളേരെ വിടാനായിട്ട് പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ നിൽക്കുന്നത്. കാരണം ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് മറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ 14 തന്നെ ഏജുള്ള ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് വഴി അയൽവാസി ആയിട്ടുള്ള ഒരാൾ ആസിഡ് ഒഴിച്ച് കണ്ണാകെ മൊത്തം പോയി. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ പോലും ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾ ഉള്ള ഒരു സമൂഹമാണിത്. അത് ഈ പറയുന്ന 16കാരൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള പിള്ളേർ വരെയും ഇത്രയും അഗ്രസീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സുരക്ഷയാണ് ഈ പറയുന്ന പിള്ളേർക്ക് ഈ ഒരു സ്കൂളിൽ പോകാനായിട്ട് കിട്ടുന്നത്? പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു കേസ് ഉണ്ടായിരിക്കുന്ന സ്ഥലം നമ്മുടെ വാണിയമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന വിദ്യാർത്ഥിനി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഒരു ചെക്കൻ്റെ ഒപ്പം പോയത്. കാരണം ഇവർ തമ്മിൽ സ്നേഹമോ പ്രേമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. ഈ പറയുന്ന സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ വിട്ടതിന് ശേഷവും വീട്ടിലെത്താതെ ആയ സമയത്ത് വീട്ടിലേക്കൊരു ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ ഈ പറയുന്ന പാരൻസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീടെത്താറായെന്ന് ഏതോ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു വിദ്യാർത്ഥിനി വീട്ടിൽ അറിയിച്ചു. പിന്നീട് ഇവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് അച്ഛനമ്മമാർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ ഒരു നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ
അപ്പോഴാണ് ഈ പറയുന്ന വീട്ടിലെ പാരൻസിന് എന്തോ ഒരു അപാകത ഇതിനകത്ത് ഫീൽ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് അടുത്തുള്ള ഈ പറയുന്ന റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന ബോഡി കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന ആ ഒരു പാരൻസിൻ്റെ ആ ഒരു ഫീല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം സങ്കടം ഉണ്ടാവും അവർക്ക്. ഇത്രയും നാൾ നമ്മൾ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടക്കുന്ന മക്കൾ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഓരോരോ പാരൻസും കൃത്യമായിട്ട് തങ്ങളുടെ മക്കളെ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വിടുന്ന സമയത്ത് കൃത്യമായിട്ട് അവരെങ്ങനെയാണ് അവിടെ എത്തുന്നത്, എപ്പോൾ വീട്ടിലേക്ക് എത്തും, കൃത്യമായിട്ട് അവിടെ അവരെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു പ്രിക്കോഷൻ എടുത്തിരിക്കണം. അല്ലാത്ത പക്ഷം സ്വന്തം മക്കളുടെ വേർപാട് ഇതുപോലെ ഒരുപാട് സങ്കടത്തോടു കൂടി അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി നിൽക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയം കേട്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആദ്യം വീഡിയോസും കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാതിരുന്നത്. പിന്നീട് ഈ ഒരു വാർത്ത എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാർത്താ ചാനലുകളിലും ഈ പറയുന്ന പത്രങ്ങളിലൊക്കെ വ്യക്തമായിട്ട് കണ്ടുവന്നപ്പോഴാണ് ഇതിന് ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്